നമസ്കാരം, ഞാൻ വൃന്ദ. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്റെ ബാക്ക് വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയായിട്ടാ നിൽക്കുന്നത് അല്ലെ. നമ്മുടെ ബൊഗെയ്ൻവില്ലാസ് എല്ലാം പൂത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ആരുടെ ഗാർഡൻ ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പം ഗാർഡന്റെ വിശേഷങ്ങളും നമ്മുടെ ബൊഗെയ്ൻവില്ലാസിന്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂക്കളിൽ വർണ്ണാഭമായ കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് നൽകാൻ സാധിക്കുന്ന ബൊഗെയ്ൻവില്ല സുന്ദരികൾ മറ്റു രാജ്യങ്ങളിൽ എന്നതുപോലെ നമ്മുടെ കേരളക്കരയെ പൂക്കടലിൽ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഈ പൂക്കടലിൻ്റെ ആഴം കൂടി വരികയാണല്ലോ. കൂടട്ടെ അല്ലേ? നമ്മൾ റെഡിയല്ലേ കാണാനും കണ്ടാസ്വദിക്കുവാനും? ഇനിയും അല്പം ബൊഗെയ്ൻവില്ലയുടെ കുടുംബത്തിലോട്ട് പോയാലോ? നിക്ടാജിനേസിയ എന്ന വലിയ കുടുംബത്തിലെ ബൊഗെയ്ൻവില്ല ഗ്ലാബ്ര എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ബൊഗെയ്ൻവില്ല കുട്ടികൾ ഓരോ ദിനം കഴിയും തോറും നമ്മുടെ മനം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേസർ ബൊഗെയ്ൻവില്ല, പേപ്പർ ബൊഗെയ്ൻവില്ല അഥവാ കടലാസ് ചെടി എന്ന പല വിളിപ്പേരുകളിൽ ഇവർ അറിയപ്പെടാറുണ്ട്. സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം തായ്ലൻഡ് തായ്വാൻ സുന്ദരികൾ ഓരോ ദിനവും നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേയും ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുന്ന നമ്മൾ മലയാളികൾക്ക് ഈ സുന്ദരികൾ എപ്പോഴും കണ്ണിന് കുളിർമ തന്നെയാണല്ലേ. പുതിയ വിരുന്നുകാർ ഇലയില്ലാതെ പൂത്തു നിൽക്കുന്നത് ഒരു വർണ്ണാതീതമായ കാഴ്ച തന്നെയാണ്. പൂക്കളുടെ ഈ അത്ഭുത ലോകത്തേക്ക് എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും എന്നോടൊപ്പം പോന്നോളൂ കേട്ടോ. ഇത് നളിനി ചേച്ചിയാണ് കേട്ടോ, നമ്മുടെ സ്വന്തം നളിനി ചേച്ചിയാണ്. ചേച്ചിയുടെ ഗാർഡൻ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ട്രിവാൻഡ്രത്ത് പൂഴിക്കുന്നിലാണ് ആന്റിയുടെ വീട്. അപ്പൊ ആന്റിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന്, ബൊഗെയ്ൻവില്ലയുടെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോണത്. അപ്പം ആന്റിക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ ഈ ബൊഗെയ്ൻവില്ലാസിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്കിന്ന് ഷെയർ ചെയ്യണം. എങ്ങനെയാണ് ഇത്രയും ഭംഗിയിൽ ഞങ്ങൾക്ക് ഇത്രയും പൂക്കൾ നിറച്ചു തന്നതെന്നുള്ളതിന്റെ ഒരു റിസൾട്ട് ആണ് ആന്റി നമ്മളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി ടിപ്സ് ഉണ്ട് കേട്ടോ. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ആന്റിയോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ആന്റി, ഇപ്പൊ നമ്മള് സ്ഥലം നിൽക്കുന്നത് എവിടെ? പ്രോപ്പർ എവിടെയായിട്ട് വരും? പാപ്പനംകോട് പൂഴിക്കുന്നായി. പൂഴിക്കുന്ന് അല്ലെ? ട്രിവാൻഡ്രത്ത് പാപ്പനംകോട് പൂഴിക്കുന്നാണ് ആന്റിയുടെ സ്ഥലം വരുന്നത്. നല്ല രീതിയിലാണ് ഇവിടെ എല്ലാം നല്ല ഭയങ്കര നല്ല ഭംഗിയോടുകൂടിയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും നമ്മുടെ ഒരു ഗാർഡന്റെ ഒരു ഹൈലൈറ്റ് തന്നെ നമ്മുടെ ഈ അറേഞ്ച്മെന്റ് തന്നെയാണ്. ഇപ്പൊ ഇതൊരു നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ്. ഈ നമ്മൾ യുവിയുടെ പല പോർഷനിലും ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറേ പ്ലാന്റ്സിന്റെ കുറേ വെറൈറ്റീസിന്റെ പേരുകളും ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതിന്റെ മെത്തേഡ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് മാക്സിമം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് വീഡിയോ തുടങ്ങിയാലോ? ഓക്കെ. ചെറിയൊരാളൊന്നും അല്ല കേട്ടോ, വളരെ മിടുക്കിയാണ്. നമ്മള് ചെടികളിലെ എല്ലാം പയറ്റ് തെളിഞ്ഞ് ഭയങ്കര സൂപ്പറായിട്ട് നല്ല രീതിയിലാണ് എല്ലാ ഫ്ലവർ ഷോ ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ഫ്ലവർ ഷോയിലും വിന്നറാണ്, മെയിൻ വിന്നറാണ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് എല്ലാരോടും ഒന്ന് പങ്കുവെച്ചാലോ? ഒന്ന് പറഞ്ഞേലേ. ഞാനൊരു 40 വർഷമായി ഫ്ലവറിങ് ഈ ചെടികളുമായിട്ട് ഉള്ള ഇതിൽ തുടങ്ങിയിട്ട്. അപ്പോഴും മുതലേ ആദ്യമൊക്കെ ഓർക്കിഡ്സ് ആണെന്ന്, ഓർക്കിഡ്സും അതിന്റെ പിറകെയായിരുന്നു. അത് ഫ്ലവർ ഷോയ്ക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഒരുപാട് ട്രോളിംഗ് ട്രോഫി ഒക്കെ വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോ തന്നെ കാണാട്ടോ. അതെ. ഇപ്പൊ ഹെൽത്തിനൊക്കെ പ്രായങ്ങളൊക്കെ ആയി വരുമ്പോൾ ഹെൽത്തിനൊക്കെ പ്രോബ്ലം വന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് മതിയാക്കിയിട്ട് ഇപ്പം ബൊഗെയ്ൻവില്ല ഇപ്പം വളരെ കെയറിംഗ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് ബൊഗെയ്ൻവില്ലയിലേക്ക് ഞാൻ മാറിയതാണ്. എന്നാലും ഇതൊന്നും അല്ല കേട്ടോ, ഇതിന്റെ റിസൾട്ട് നിങ്ങളുടെ ഇനിയുണ്ട്, കാണിക്കാൻ ഒത്തിരി ഉണ്ട്. ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. എന്നാലും ചെടി നമ്മൾ വളർത്തിയത് കൊണ്ട് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ബൊഗെയ്ൻവില്ല എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. എത്ര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ പൂക്കൾ ഉള്ളത് കൊണ്ടാണ് ആന്റി എപ്പോഴും പറയും. അതെ അതെ, ഇതാണ് നമ്മുടെ എനർജി, ഇതില്ലെങ്കിൽ നമ്മൾ കിടന്നു പോകും എന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പോ 4 വർഷമായി ഞാൻ ഇതിലേക്ക് തുടങ്ങിയിട്ട്. ആദ്യം നാടൻ വെറൈറ്റിയാണ് തുടങ്ങിയത്. ഇപ്പൊ ഹൈബ്രിഡ് എല്ലാം കൂടെ ഒരു 100 വെറൈറ്റി കൂടുതൽ ഉണ്ട്. ഹൈബ്രിഡ് എല്ലാം ഒരു 100 വെറൈറ്റിക്ക് മുകളിലുണ്ട്. ഇപ്പോഴും കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിപ്പോ എനിക്കൊരത് ഹോബി ആയി പോയി. ഭയങ്കര രസമാണ്. പക്ഷെ ഫ്ലവർ ഇതിനേക്കാളും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 1-2 നല്ല മഴയായിരുന്നു. അപ്പോഴേ ഫ്ലവറൊക്കെ കുറച്ച് പോയി.
ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ UV ചെയ്തിട്ടുണ്ട്, ഒരു പോർഷൻ ഓപ്പൺ സ്പേസിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ എൻട്രൻസിൽ വരുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് ഫ്ലവർ എല്ലാം വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. കാണുമ്പോ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഇങ്ങോട്ട് വരുമ്പോ തന്നെ. നമുക്ക് ഈ പ്ലാന്റ്സുകൾ എല്ലാവരും ഇവരെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്താലോ? ഈ പൂക്കളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയാലോ? ഇത് പേരെങ്ങനെ വരും? ഇത് ബ്ലൂബെറി ഐസ് ആണ്. ഇത് പഴയ ഒരു വെറൈറ്റി ആണ്. ഇത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള അതെ തന്നെ, നല്ല സ്പോട്ടഡ്, നല്ല ഭംഗിയാണ്, നിറയെ ഫ്ലവർ ചെയ്യുമായിരുന്നു. ഇത് ഫസ്റ്റ് ഫ്ലവർ, ആദ്യത്തെ ഫ്ലവർ മഴയത്ത് പോയി, ഇത് രണ്ടാമത് വന്നത് കൊണ്ടാണ് ഇത് കുറച്ച് കുറവ്. ഈ കാണുന്നത് മിസ് വേൾഡ് എന്ന് പറയും. ഇതാണ് മിസ് വേൾഡ്. മിസ് വേൾഡ് അത് ഭംഗിയാണെന്ന് നോക്കി. ഒരു ചെടിയിൽ തന്നെ ഇത്ര കളറുകളാണെന്ന് നോക്കി അല്ലേ? അതെ, അത് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വെപ്പളല്ല, ബഡ്സ് ഒക്കെ കൂടെയാണ് കൂടുതലും നിറഞ്ഞു വരും. കളറിന് കുറച്ചുകൂടെ ഒക്കെ മാറ്റം വരും. അതിന് അടുത്ത മാസമേ അത് അത്രയും പീക്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അതെ അതെ അതെ. ഇത് നമ്മുടെ അത് റൂബി റെഡ്. ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. ഹെവി പ്ലാന്റ് ആട്ടോ റൂബി റെഡിന്റെ. ഇത് കുറെ വർഷമായ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അത് 4-5 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പൊ ഇത് ചില്ലി റെഡ് ആണ്. ചില്ലി റെഡ്, ചില്ലി പഴയ പ്ലാന്റ് ആണെങ്കിൽ അത് ഭയങ്കര ഭംഗിയാണ്. അല്ല, ചില്ലിയുടെ ഒരു പ്രത്യേകത നന്നായിട്ട് അതാണ് ഒരു പ്രത്യേകത. ഇത് ഫോസ്റ്റേൽ യെല്ലോ ആണ്. യെല്ലോ ആണെങ്കിൽ അത് ഫ്ലവറിങ് ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം 1 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റോമ വെരിക്കേറ്റ്സ് എന്ന് പറയും. ഇതൊരു നാടൻ പ്ലാന്റ് ആണ്. ചില നേഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോ അതിന് നെയിം ഇല്ല, അതുകൊണ്ട് പിന്നെ ഫ്ലവറിന്റെ ഭംഗി കണ്ടങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. എന്താ നോക്കി എന്ത് ഭംഗിയായിട്ടാ പൂത്ത് നിൽക്കുന്നത്. ഇത് പർപ്പിൾ ക്യൂൻ എന്ന് പറയും. അതെ അതെ. ബ്രിസ വൈറ്റ് എന്നും പറയുന്നുണ്ട്. ചിലവര് അതിന് 2 പേര് പറയുന്നുണ്ട്. അത് ഐഡിയ അറിയാന്നുള്ളവരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കുഞ്ഞു പൂവാണെങ്കിലും അത് നല്ല നിറഞ്ഞ ഫ്ലവർ. അതെ അതെ. ഇത് ചില്ലിയല്ലോ. എല്ലാവർക്കും അറിയായിരിക്കും. അതിനേക്കാൾ ഭംഗിയാണ് ഇത് വെരിക്കേറ്റഡ്. ചില്ലിയല്ലോ വെരിക്കേറ്റഡ് ആണ്. ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ ലീഫും വെരിക്കേറ്റഡ് ആണ്. കളർ ഫ്ലവർ കുറച്ചുകൂടി ബ്രൈറ്റ് കളറാണ്. നമ്മുടെ ചില്ലി യെല്ലോയെക്കാളും കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. ഓറഞ്ച് ഷെയ്ഡ്. അതെ അതെ അതെ. അത് കുഞ്ഞ് ബേബി പ്ലാന്റ് ആണ്. ഈ വർഷം വാങ്ങിയതാണ്. അത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. എന്നിട്ട് കൂടിയും അതെ 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 അതെ. ഇത് ഫ്ലൈം റെഡിന്റെ ആണ്. ഫ്ലൈം റെഡിന്റെ വലിയ പ്ലാന്റ് അവിടെ ഉണ്ട്. ഇതൊരു കുഞ്ഞു പ്ലാന്റ്. ഇത് മൊണാലിസ യെല്ലോ ആണ്. ഇത് മൊണാലിസ യെല്ലോ. അതിന്റെ ഫ്ലവർ അതെ, അതിന്റെ ഫ്ലവർ കഴിയാറായി. അതാണ് കുറച്ച് കളർ വൈഡായി നിൽക്കുന്നത്. ഫോർമോസ. ഇതാണ് ഒറിജിനൽ ഫോർമോസ. എന്റെ മിനിയാണ്. അതെ. ഇത് നമ്മുടെ ഫയറോപ്പാൽ. അതെ. ഏത് വീട്ടിലെടുത്താലും ഫയറോപ്പാലിന്റെ പ്ലാന്റ് ഉണ്ടാവും. ഇത് ഹവായി വൈറ്റ് ആണ്. ഹവായി വൈറ്റ്. ഇപ്പൊ എനിക്കൊന്ന് കുറെ നല്ല ഞാനും പഠിച്ചു കേട്ടോ. അതെ അതെ. ഇത് ബ്രീസ പീച്ച്. അത് ഫ്ലവർ ആയിട്ടില്ല. അത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. ഇത് കയാട്ട എന്ന് പറയുന്ന ഒരു വെറൈറ്റി. എല്ലാ വെറൈറ്റിയുടെയും പേര് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. നല്ല മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. ഇത് ഫോസ്റ്റേൽ റെഡ് ആണ്. ഇത് ആദ്യം ഫ്ലവർ ചെയ്തപ്പോ ഏകദേശം 1/2 മീറ്ററോളം ഹൈറ്റ് ആയിട്ടാണ് ഫ്ലവർ ചെയ്തത്. ഞാനത് പ്രൂണിങ് അതിന്റെ ഫ്ലവർ വെട്ടി കഴിഞ്ഞപ്പോൾ അത് ആയി ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. സൺറൈസ്. ഇത് നമ്മുടെ ഒരു കുറച്ച് ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നു. അത് അതെ അതെ. ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. ചില ഭാഗത്ത് വെയിൽ കുറച്ച് കുറവാണ്. അപ്പോഴവിടേക്കുള്ള പ്ലാന്റുകൾ കുറച്ചുകൂടെ താമസിക്കും, ടൈം എടുക്കും. ഒരു 3 കളർ. ഇത് കൊള്ളാലോ. അതെ. അത് 3 3 കളർ എന്നാ പറയുന്നത്. പുതിയ ഹൈബ്രിഡ് വെറൈറ്റി. ഹൈബ്രിഡ് അല്ല, ഹൈബ്രിഡ് ആണ്. അപ്പൊ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ കംപ്ലീറ്റ് ബൊഗൻവില്ലയാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് വെറൈറ്റീസ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതെങ്ങനെ, ഇതിന്റെ പേരെങ്ങനെ? അത് ബട്ടർഫ്ലൈയില് റെഡ് ആണ്. റെഡും വേറൊരു പ്ലാന്റും കൂടെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പ്ലാന്റ് ആയിട്ടുണ്ട്. അത് ചെറിയ ഫ്ലവർ ബട്ടർഫ്ലൈയുടെ റെഡ് ആണ്. അത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. അത് ഇവ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇവ കണ്ടിട്ട് ഏകദേശം ഒന്ന് വരുന്ന ഇവയിൽ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. ഇത് തിമ പീച്ചാണ്. അത് കളർ മാറി വരുന്നതേ ഉള്ളൂ. അത് നല്ലവണ്ണം ഫ്ലവർ ചെയ്തായിരുന്നു. ഇപ്പൊ ആ ഫ്ലവർ കഴിഞ്ഞു. സുഫിയ ഇന്ത്യാന എന്ന് പറയുന്ന ഒരു വെറൈറ്റി. അതെ. അതെ. ഇത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. ഇനി അത് കളർ കയറി വരുള്ളൂ. സുഫിയ ഇന്ത്യാന. ഇത് ഹോളണ്ട്, മിസ് ഹോളണ്ട് എന്ന് പറയും. സ്പോട്ടേഡ്.
നല്ല ഭംഗിയാണ് അല്ലെ കാണാൻ. അതെ അതെ, അത് ഭയങ്കര ഫ്ലവറിംഗ് ആണ് കേട്ടോ. ഇത്? അത് ഇതാണ് മിസ് വേൾഡിന്റെയാണ്. മിസ് വേൾഡിന്റെ അല്ലെ. അത് കളർ ആയി വരുന്നതേ ഉള്ളൂ. ഇത് ചോക്ലേറ്റ് ബ്രൗൺ ആണ്, ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. എല്ലാ flower അല്ല. ചില വെറൈറ്റീസ് ഒക്കെ ഫ്ലവർ ആയി ഫ്ലവർ തുടങ്ങിയിട്ടേ ഇല്ല. ഭയങ്കര പീക്കിൽ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഫ്ലവർ ഉള്ള സൈസാണ് ഈ വീര എന്ന് പറയുന്നത്. വീര വീര വീര, ഇത് വീര മചന്ത, ഇത് വീര പിങ്ക്. ഇതിന്റെ ഫ്ലവർ എല്ലാം കഴിഞ്ഞു. അതാണ് വീരയിൽ തന്നെ 4 വെറൈറ്റി. സെപ്റ്റംബർ ആണ്, വയലറ്റ് സെപ്റ്റംബർ അല്ലെ. അത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. ഇത് ഫുള്ള് ബഡ്സ് ആണ്, നിറച്ചും ബഡ്സ് ആണ്, buds ബഡ്സ് ആണ്. ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ അതെ, ഇത് നമ്മുടെ ഫെറോപ്പാലിന്റെ പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഹെവി ഹെവിയാണ്. അതെ, ഫെറോപ്പാലിന്റെ. ഇനി ഒത്തിരി താരങ്ങളുണ്ട് കേട്ടോ, പിന്നാലെ വരുന്നുണ്ടേ. ഇത് ബട്ടർഫ്ലൈ പിങ്ക് ആണ്. ഇത് നോക്കി, ഇത് ബട്ടർഫ്ലൈ പിങ്ക് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെ, ശരിക്കും ഒരു ബട്ടർഫ്ലൈ പോലെ തന്നെ അതെ. ഇരിക്കുന്നു. ഇത് ടാങ്ലോങ് എന്ന് പറയും. ടാങ്ലോങ്. ഓക്കെ ഓക്കെ. അത് അതിന്റെ ഫ്ലവർ എല്ലാം കഴിഞ്ഞ് ഞാൻ അതിനെ കട്ട് ചെയ്ത് നിർത്തിയൊക്കെയാണ്. ഇത് അവിടെ കണ്ടത് തന്നെ, കണ്ട വെറൈറ്റി തന്നെ. ഇത് 3 കളർ. 3 കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. നല്ല ഭംഗിയായിട്ട് നല്ല നന്നായിട്ട്. ഇത് ബ്രിസ റെഡ് ആണ്. ഫ്ലവർ ബ്രിസ റെഡ് ഫ്ലവറിങ് ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ഹവായ് പർപ്പിൾ. ഹവായ് പർപ്പിൾ. ഇതിന്റെ കുറച്ച് വെറൈറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓപ്പൺ ഏരിയയിൽ ഇരിക്കുന്നതിന്റെ അത്രയും കളർ ഈ ഫിലിമിനകത്ത് ഇരിക്കുന്നതിന് വരുന്നില്ല, കിട്ടത്തില്ല. അല്ല, ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്ന പ്ലാന്റുകൾക്ക് അതെ അതെ, കുറച്ച് അതെ ഫിഗർനെസ്സും കൂടുതലായിരിക്കും, കുറച്ച് ബ്രൈറ്റ് കളറും. അതെ. പിന്നെ എനിക്ക് അതിനുള്ള സ്ഥലം ഇത്രയും ചെടി കൂടിയപ്പോ, പ്ലാന്റ് കൂടുമ്പോ നമുക്ക് അതെ സ്പേസ് നമുക്ക് 200 ചെടി ആയപ്പോൾ അത്രയും വയ്ക്കാനുള്ള. നമ്മൾ ഇതിലേക്കൊക്കെ യുടെ ഉള്ളിലേക്കും കുറച്ച്. ഇത് വീര പിങ്കിന്റെതാണ്. നല്ലവണ്ണം ഫ്ലവർ ചെയ്യുന്ന ചെടിയാണ് വീര പിങ്ക്. ആള് വന്നല്ലോ, വീര വൈറ്റ്. അത് ടാങ്ലോങ്ങിന്റെ പീച്ചാണ്. പീച്ചാണ് അല്ലേ. ടാങ്ലോങ്ങിന്റെ റെഡ് അല്ലേ അപ്പുറത്ത്. ഇത് പീച്ചാണ്. ഇത് പീച്ച് അല്ലേ. പീച്ച് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വിരിഞ്ഞു മാറില്ല. മാത്രമല്ല ഇതൊരു 3 മാസം നിൽക്കുകയും ചെയ്യും, ലാസ്റ്റ് ചെയ്യും. കുറച്ച് നാള് ഈ ഫ്ലവറിന് കുറച്ച് നാള് ലൈഫ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഉണ്ടെന്ന് പറയില്ല, യെല്ലോ അത്രയും ലൈഫ് എന്റെ അനുഭവം വെച്ചാണ് പറയുന്നത്. അതെ. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകയുടെ അറിവാണ്. അപ്പൊ ഇതാണ് ശരിക്കും വേണ്ടത്. നമ്മളിപ്പോ മറ്റുള്ളവർ പറയുന്നതിൽ അപേക്ഷിച്ച് ഒരു കർഷക പറയുമ്പോഴാണല്ലോ നമുക്കതിന് ശരിക്കും നമ്മൾ ഏത് ചെടി നമ്മൾ ചെയ്തുള്ള ശീലമാണ്, എക്സ്പീരിയൻസ് ആണല്ലോ. അതെ. ഇതൊരു 6 കളർ ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ ഇപ്പൊ അത് വാങ്ങിയതേ ഉള്ളൂ. ഇതൊരു കുറെ കളേഴ്സിന്റെ ഗ്രാഫ്റ്റ് ആണ്. ഇത് തുടങ്ങിയിട്ടില്ല ഇതിലെ പ്ലാന്റ്. ഇത് നമ്മുടെ ഫൈറോപ്പാലിന്റെ ഒരു പ്ലാന്റ് ആണ്. അത് ഫ്ലെയിം റെഡ് ഫൈറോപ്പാല്. ഇത് ടാങ്ലോങ് യെല്ലോ ആണ്. നമ്മൾ നേരത്തെ കണ്ട ടാങ്ലോങ് ഇതല്ല, ഇത് പീച്ച് ആണ് അല്ലെ. പീച്ചിന്റെ യെല്ലോ ആണ്. ഇത് ബിഡാതിരി എന്നും പറഞ്ഞു. ബിഡാതിരി അല്ലെ. അത് ഞാൻ ഇപ്പൊ വാങ്ങിയതേ ഉള്ളൂ, അത് വരുന്നതേ ഉള്ളൂ, വളം ഫ്ലവറായി തുടങ്ങി. അതെ അതെ അതെ. ഇത് സൺ ഓഫ് ക്യൂൻ എന്ന് പറയും. ഒരു പിച്ചിപ്പൂവിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ, പക്ഷെ അത് ഒരു ചന്തമുണ്ട്, ഒരു പിച്ചിപ്പൂവിന്റെ. അതെ അതെ, നല്ല ഭംഗിയാ അത്. ഇത് ബട്ടർഫ്ലൈ വൈറ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ക്ലൈംബർ പോലെ കേറി വരുന്നത്. അത് നമ്മുടെ കരവിരുതാണ്. അത് നമ്മളാണ് അതിനെ വളച്ച് ആദ്യം നടുക്കൊരു സ്റ്റമ്പ് ഊന്നിയിട്ട് അതിനെ അങ്ങനെ ആക്കി വിടുന്നതാണ്. ശരിക്കും ആന്റിയുടെ ഒരു എഫേർട്ട് ഇതിനകത്ത് ഭയങ്കര എഫേർട്ടാണ് കേട്ടോ. ഇത് പറയാതെ വയ്യ. ഇത് ഇമാസ് പാർക്ക് എന്ന് പറയാം. അതിന്റെ ഫ്ലവർ കഴിഞ്ഞു കേട്ടോ. ഫ്ലവർ കഴിഞ്ഞു, ഭയങ്കര ഭംഗിയാണത് കണ്ടോ. ഇമാസ് പാർക്ക്. ഏതൊക്കെ വെറൈറ്റീസ് ആണല്ലേ. ബൊഗെയിൻവില്ല പ്രേമികൾക്ക് ഇതിന്റെ വെറൈറ്റീസ്. അതെ അതെ. ഇത് തിമ യെല്ലോ ആണ്. അതിന്റെ ഫ്ലവറും കഴിഞ്ഞ അടുത്ത ബഡ്സ് വരുന്നതേ ഉള്ളൂ. ഇത് പിങ്ക് പാച്ചാണ്. ഇത് പിങ്ക് പാച്ചാണ്. അത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. എല്ലാ പ്ലാന്റും നല്ല ലഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന് കുറെ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ്. സക്കുറ ബെല്ലാക്കാൻ എന്ന് പറയും. സക്കുറ ബെല്ലാക്കാൻ. പേരെങ്ങനെയുണ്ട്? സൂപ്പർ ആണല്ലോ. അതെ, എല്ലാം നല്ല വെറൈറ്റി നെയിം. ഓർക്കിഡ്സിന്റെ നെയിമുകളുമായിട്ട്. അതെ അതെ അതെ. ഇതെനിക്ക് മാറി വന്ന, ഞാൻ മിക്ക പ്ലാന്റും എടുക്കുന്ന കൽക്കട്ടയെന്നാണ്. അപ്പോഴേ ഒരു ജീന ഭാരത് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ ഞാനും ഒരു ഫ്രണ്ടും കൂടെയാണ് വാങ്ങിയത്. ഫ്രണ്ടിന് ഒറിജിനലും കിട്ടി. എനിക്ക് ഇത് അത് ഐഡിയ അറിയില്ല. എനിക്ക് മാറി വന്ന കൊള്ളാം. കൊള്ളാം. അതെ അതെ അതെ, മോശമില്ല. ബട്ടർഫ്ലൈ ഒരു ലാവൻഡർ കളറാണ്. ഇത് ബട്ടർഫ്ലൈ പർപ്പിൾ ആണല്ലേ. പർപ്പിൾ. ഇത് ശരിക്കും ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പ് നേരത്തെ കണ്ട ഫ്ലവേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു. ഇത് സ്നോ യെല്ലോ ആണ്.
സ്നോ യെല്ലോ. അതിന് ലീഫിനൊക്കെ കണ്ടില്ലയോ ഒരു ഇത്, അത് ലേഡി ബേർഡ്. ലേഡി ബേർഡ്. ലേഡി ബേർഡ് ഏതൊക്കെ പേരുകളല്ലേ? ഇതാണ് നമ്മളെ മഹാറാണി. മഹാറാണി. ഫസ്റ്റ് ഫ്ലവർ ഒക്കെ. പിന്നെ ചെടി കുറച്ചുകൂടെ മെച്ചുവർ ആയാലേ അതിന്റെ ഒറിജിനൽ കളർ വരുള്ളൂ. ഇതുപോലെ ഓറഞ്ചും വൈറ്റും കൂടെ കയറി വരുള്ളൂ. അതെ അതെ. നോക്കി, മഹാറാണിയുടെ പ്ലാന്റ് കണ്ടിട്ടില്ലാത്തവർ ഒന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. അതെ, ഇവിടെ ഒരു പ്ലാന്റ് കുറച്ചുകൂടെ നല്ല ഫ്ലവർ ആയിട്ടുണ്ട്. അതില് കുറെ ഫ്ലവേഴ്സ്. അടുത്ത വർഷമൊക്കെ ആവുമ്പം ചെടി നല്ല നല്ല 2 കളറായിട്ട് വരും. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ചെടിയായത്. ഇത് പൂക്കളാണ്, പിച്ചി പൂവിന്റെ നിറമാണ്. ധന്യ വൈറ്റ്. ചിലത് ധന്യ വൈറ്റ് ആണ് കേട്ടോ. ധന്യ വൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണ്. വൈറ്റിന്റെ കൂടി. എന്നാലും എല്ലാ ചെടിയുടെ ഇടയിൽ ഓരോ വൈറ്റ് വരുമ്പോൾ അതിന്റെ ഒരു പ്രൊജക്ഷൻ. അതെ 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 അതെ. ഇത് ഫോസ്റ്റൈൽ റെഡിന്റെ. ഫോസ്റ്റൈൽ റെഡ് എനിക്ക് ഇഷ്ടമുള്ള ചെടിയൊക്കെ 2 വാങ്ങി വെക്കും. അതെ അതെ. ഇത് ടാങ്ക്ലോങ് ഓറഞ്ച് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ അത് ഫ്ലവർ ചെയ്ത് വന്നപ്പോ പീച്ച്. രണ്ടും ഒന്നാണെന്ന് അറിയില്ല. അല്ല, ഐഡി മാറി വിരിഞ്ഞതായിരിക്കും. ഇത് തിമ്മ റെഡ് ആണ്. ഇത് തിമ റെഡ് അല്ലേ? തിമ്മ റെഡ് ഭയങ്കര വലിയ ഫ്ലവർ ആണ്. വലിയ ഫ്ലവറും ഭയങ്കര. തിമ വെറൈറ്റി എല്ലാം നല്ല ഫ്ലവർ. തിമയുടെ 5 വെറൈറ്റി ഉണ്ട് കേട്ടോ. 5 ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം തിമയുടെ ഭംഗിയോടെ കേട്ടോ. നല്ല ലക്ഷായിട്ടാ പ്ലാന്റ് എല്ലാം നിൽക്കുന്നത്. ഇപ്പോഴും മീഡിയ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതെ, ഇതിപ്പോ പുതിയതായിട്ട് വാങ്ങി, ഇത് കൽക്കട്ടയിൽ നിന്ന് വാങ്ങി വച്ചിരിക്കുന്ന ചെടിയാണ്. ഇത് ഫ്ലെയിം യെല്ലോ ആണ്. യെല്ലോ ഇത് 2500 രൂപയായപ്പോ ഞാൻ ഒരു പ്ലാന്റ് വാങ്ങി. അതിപ്പോ 1500 രൂപയായി. വാങ്ങി 1 മാസം ആവുമ്പോ തന്നെ അത് അതിന്റെ റേറ്റ് പെട്ടെന്ന് കുറയാണ്. ഇത് മൂൺ ലൈറ്റ് യെല്ലോ. കുറച്ച് പുതിയ വെറൈറ്റീസ്. അതെ അതെ അതെ. ഇത് പിങ്ക് പാന്തർ, പിന്നെ ഗോൾഡൻ പെട്രോ. ഗോൾഡൻ പെട്രോ. അതൊക്കെ ബേബി പ്ലാന്റ് ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. ഇതൊക്കെ അടുത്ത പോട്ടിലേക്ക് മാറ്റുമ്പോൾ 15 പോട്ടിലേക്ക് മാറ്റുമ്പോൾ വളരെ ഫാസ്റ്റ്. അല്ല, ഞാൻ സ്റ്റെപ്പ് ആയിട്ടാണ് മാറ്റുന്നത്. ആദ്യം ഒരു ഇത് 6 ഇഞ്ച് ചട്ടിയിൽ ആടും. അത് കഴിഞ്ഞ് ഒരു 10 ഇഞ്ച് ചട്ടിയിലേക്ക് മാറ്റും. അത് കഴിഞ്ഞ് 14 ഇഞ്ച് ചട്ടി. അപ്പം നന്നായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ഗ്രോത്തിന്റെ അതെ അതെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഞങ്ങളുടെ ഈ ബാക്ക് വ്യൂ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം അല്ലേ ആന്റി? അതെ അതെ. എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി ഈ ഒരു കാഴ്ച. അപ്പം ഈ ഒരു കാഴ്ച ഞങ്ങൾക്ക് ഒരുക്കി തന്നത് മാത്രം പോരാ, നമുക്ക് കുറെ ഇതിന്റെ കുറെ സീക്രട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ. മടിയൊന്നും കാണിക്കരുത്. അപ്പൊ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്കിന്ന് ആന്റിയോട് ചോദിക്കാം. പിങ്കാണ്, അത് ഫ്ലവറായി വരുന്നതേ ഉള്ളൂ. പകുതി കൂടുതൽ ഫ്ലവറായി വരുന്നതല്ല. ഇത് ഡാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ നല്ല വാടാമുല്ല കളർ ഉള്ള ഒരു ചെടി. നല്ല ഫ്ലവറിംഗ് ആണ്. ഇത് അടർണയുടെ പ്ലാന്റ് ബഡ്സ് ആണ്. അതെ. ഇത് 2 ആഴ്ച കഴിയുമ്പോൾ ഇവരൊക്കെ വിരിഞ്ഞു തുടങ്ങും. അതെ അതെ. ബട്ടർ കപ്പ് അല്ലേ? അതെ. ഇതൊരു കപ്പിന്റെ ഒരു ഷേപ്പും ഉണ്ട്. അതെ അതെ. അത് അറ്റത്തൂടെ നിന്ന് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. അതെ അതെ. കുറച്ചുകൂടെ ഒരു വ്യത്യസ്തതയുണ്ട്. ചെറിയ പെറ്റൽസിനൊക്കെ ഒരു ലേശം എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ലക്ഷായിട്ട് നിൽക്കുന്നത്. ഇത് ഇവൻ നമ്മുടെ മിസ് വേൾഡിന്റെ പ്ലാന്റ്. മിസ് വേൾഡിന്റെ പ്ലാന്റ് ഒക്കെ നിൽക്കുന്നുണ്ടോ? എന്ത് ഭംഗിയോടെ നിൽക്കുന്നത്. ഇത് മാത്രം മതി അല്ലേ? കാഴ്ച തന്നെ മതി. നമ്മുടെ എല്ലാ നമ്മൾ ഭയങ്കര ഒരു ബൂസ്റ്റ് ആവും രാവിലെ ഇത് കാണുമ്പോ തന്നെ. ശരിക്കും ഇത് സ്വീറ്റ് ഹാർട്ടാണ്. സ്വീറ്റ് ഹാർട്ട്. അതിന്റെ ആദ്യത്തെ ഫ്ലവർ ഒക്കെ പോയി. ഇത് അടുത്ത ഫ്ലവറിങ്ങിന്റെ 21 ജുവൽ. കൊള്ളാലോ. ഇത് യെല്ലോ, ഇതൊരു പീച്ച്, അതൊരു മച്ചന്ത. അങ്ങനെ 3 വെറൈറ്റി ആണോ? 3 വെറൈറ്റി അല്ല, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരു 8 വെറൈറ്റി ഉണ്ട് ഇതിന്. വെരിക്കേറ്റ് സ്ലീവിലുണ്ട്. പക്ഷെ സ്ഥല സൗകര്യം കൊണ്ട് ഞാൻ ഇതൊന്നും കളക്ട് ചെയ്തില്ല. അതിങ്ങനെ ഇതിന്റെ അറ്റത്ത് വരുന്നതാണ്. അതെ, ഇത് ഫ്ലവറായി വരുന്നതേ ഉള്ളൂ. വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പോർഷനില് നമുക്ക് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് ഫ്ലവറിംഗ് ആണ് ഈ മോളിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ. ഇത് നമ്മുടെ വൈറ്റിന്റെ പ്ലാന്റ് ആണ്. ഇനി അങ്ങ് ഫുള്ള് ഫ്ലവർ ആയിരിക്കും അല്ലെ?
അതും ഇത് തന്നെ മിസ് വേൾഡിന്റെ മിസ് വേൾഡിന്റെ ഒരു വലിയ പ്ലാന്റ് ആണ്, ഒരു ഹെവി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിനി പഴയ എല്ലാം plant. പൂക്കാൻ പോണത്. പൂക്കളുടെ നിറസൗന്ദര്യം ഒരുക്കി തന്ന നമ്മുടെ നളിനി ആന്റിക്ക് എല്ലാവിധ ആയുരാരോഗ്യത്തോടെയും മുന്നോട്ടും വർഷങ്ങളോളം ആരോഗ്യവതിയായിരിക്കട്ടെ. വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ട് പറയാതെ വയ്യ കേട്ടോ. പൂക്കൾ കാണാനും കണ്ടാസ്വദിക്കാനും താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നളിനി ആൻറ്റിയുടെ വീട്ടിൽ പോയാൽ പൂക്കൾ കണ്ടാസ്വദിക്കാം. വീഡിയോയിൽ നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല. സെയില് ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്പർ മെൻഷൻ ചെയ്യുന്നത്. എല്ലാ സുഹൃത്തുക്കളുടെയും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ പൂക്കൾ എങ്ങനെയാണ് ഇത്രയും ലഷായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അല്ലെ. അതെ ഇത് എന്താണെന്നുള്ളതിന്റെ സീക്രട്സ് ഒക്കെ ഇനി നമുക്കൊന്ന് പൊളിച്ചടക്കിയാലോ. തീർച്ചയായിട്ടും. എന്റെ തന്നെ പറഞ്ഞു എല്ലാവരോട്, നമ്മുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറഞ്ഞോളൂ കേട്ടോ. എങ്ങനെയാണ് നമ്മളൊരു ചെടി, അതായത് ഒരു ആറഞ്ച് പോട്ടിൽ നിന്ന് നമ്മുടെ സ്ലോലി ഉള്ള ഗ്രോത്തും എങ്ങനെയാണ് ഇതുപോലൊരു വലിയ പ്ലാന്റ് ആക്കി എടുക്കുന്നത്? അതല്ല, 6 ഇഞ്ച് പോട്ടിൽ നിന്ന് ഞാൻ ഒരു 8 ഇഞ്ച് പോട്ടിലേക്ക് ആക്കും. അത് കഴിഞ്ഞ് 12, 16, 18 നമ്മള് പോട്ടിലേക്ക് ഈ ചട്ടികളെല്ലാം 16 ചട്ടികളാണ്. 16 ഒരു 4-5 വർഷത്തിന് മുകളിലായ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് അടിവളമായിട്ട്? വളം എന്ന് പറഞ്ഞാൽ ആദ്യം അടിവളം പോട്ടി മിക്സർ അതിനൊരു നല്ല ഒരു ഇതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് മണലാണ്. മണല്, ചാണകപ്പൊടി, ഈ എല്ലുപൊടി, ഊമി, ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് റേഷ്യോ ഉണ്ട്. അത് ആദ്യമായിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് ഡ്രെയിനേജ് നല്ലതായിട്ട് പോകണം, പക്കായിരിക്കണം. അങ്ങനെ മിക്സ് ചെയ്ത പോട്ടി മിക്സറിലാണ് ഞാൻ ഇത് വയ്ക്കുന്നത്. ചട്ടി നിറച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴ് അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസത്തിൽ ഞാൻ പ്രൂണിങ് ചെയ്യും. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നട്ട് ഒരു നല്ല ലക്ഷ്യം തുടങ്ങുമ്പോൾ ഒരു ഒക്ടോബർ മാസത്തിൽ ചെറിയ മഴയൊക്കെ കാണും, എന്നാലും അപ്പോഴൊക്കെ പ്രൂണിങ് നടത്തും. പ്രൂണിങ് ചെയ്യും. പ്രൂണിങ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കോഴി വളം കൊടുക്കും. ഞാൻ ചെയ്യുന്നതാണ് പറയുന്നത്. കുറച്ച് ഈ റിസൾട്ട് ആണല്ലോ. അതെ, കോഴിവളം, പിന്നെ കുറച്ച് എല്ലുപൊടിയോ കോഴിവളം മാത്രം കൊടുത്ത് അങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് ഈ പ്രൂണിങ് ഇത് തിളർത്ത് വരുമ്പോ പൊങ്ങി വരുന്നതിനെല്ലാം ഈ കൊണ്ടുള്ളി കൊടുക്കും, മണ്ടുള്ളി കൊടുക്കും. ഉള്ളി കൊടുക്കുമ്പോഴേ മാത്രമേ ചെടി ഇങ്ങനെ നല്ല ബുഷായിട്ട് വരുള്ളൂ. ഒരു കൊണ്ട മുള്ളിപ്പം തന്നെ ഇത് ഒരു 5 ബ്രാഞ്ച് വരും. അങ്ങനെ നുള്ളി കൊടുക്കും. അടുത്ത നവംബർ മുതൽ തന്നെ അത് ഫ്ലവറിങ് തുടങ്ങും. ഞാൻ കൂടുതൽ രാസവളം ഉപയോഗിക്കില്ല. അതാ വെള്ളത്തിന്റേതും വളത്തിന്റേതും കൃത്യമായി ക്രമീകരിച്ചേണ്ടിരിക്കുന്നതിന്റെ ഒരു റിസൾട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കോഴിവളം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ചെടി നന്നായിട്ട് വളരും. പിന്നെ ചെടിയുടെ മൂട്ടിൽ കള ഒന്നും വളരാൻ സമ്മതിക്കില്ല, ഒറ്റ കളയുമില്ല. എന്റെ എല്ലാം നല്ല നീറ്റാണ്, നീറ്റായിട്ട് നമുക്കൊന്നും പറയാനില്ല. എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഒരു പഴയ ഇലയോ ഒരു പഴയ പൂവോ ഉണ്ടെങ്കിൽ അപ്പോഴേ തന്നെ ഒരു ഡീക്കായിട്ടുള്ള ഒരു ലീഫ് പോലും നമുക്ക് ഉള്ളിൽ കാണിച്ചു. ഞാൻ വെള്ളം ഒഴിച്ചു, ഞാനാണല്ലോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോ തന്നെ ഈ പഴയ ലീഫ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ആ ചെടിയുടെ മുട്ടി തന്നെ എടുത്തങ്ങ് ഇട്ടിട്ട് ഒരിക്കലും നല്ലൊരു എഫേർട്ട് ഉണ്ട് ഇതിനകത്ത്. നമ്മള് പാഷനോടെയാണല്ലോ ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് എല്ലുപൊടി കൂടെ ഇട്ട് കൊടുക്കും. അത്ര തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. രാസവളം ഞാൻ കൊടുക്കാറില്ല. സൺലൈറ്റും കൂടെ ഏറ്റവും ആവശ്യം ഒരു 8 മണിക്കൂർ വെയില് കിട്ടുന്ന സ്ഥലമാണ് ഏറ്റവും ബെസ്റ്റ്. അതിന് വേണ്ടത് അതാണ്. കൃത്യമായിട്ട് അതെ വെള്ളം ചെയ്തു തുടങ്ങത്തുള്ളൂ. അധികമായിട്ട് അതിന്റെ രാസവളം പൊതുവെ ചെയ്യാറില്ല ഒരു ചെടികൾക്കും. ഇല്ല. പിന്നെ മഴ സമയത്തെല്ലാം എന്റെ ചെടി ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഈ ഫ്ലവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 6 മാസത്തേക്ക് തന്നെ ഒരു വളവും കൊടുക്കൂല. പിന്നെ അടുത്ത ബാച്ചിന് വേണ്ടി മാത്രമേ വെള്ളം മാത്രമേ കൊടുക്കുള്ളൂ. ചെയ്തതിന്റെ ക്ഷീണം അവര് 6 മാസത്തെ റെസ്റ്റാണ്. പിന്നെ അടുത്ത വർഷം അതിലും പീക്കിലായിരിക്കും. കഴിഞ്ഞ പല ബാച്ച് നമ്മള് ചേച്ചി എടുത്ത് വരുമ്പോഴത്തേക്കിനെ പല ബാച്ചിലും വരുമ്പോ ഇവിടെ ഫുള്ള് നമുക്ക് ഓർക്കിഡ്സ് ആയിരുന്നു. എന്ത് ഭംഗിയാണെന്ന് അറിയാമോ. ഇവിടെ കയറി വരുമ്പോ തന്നെ ഇപ്പൊ അതിലും ഗംഭീര കാഴ്ചയാണ് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ്സിന്റെ തന്നെ ഒരു 100-150 വെറൈറ്റി എനിക്കുണ്ടായിരുന്നു. ധാരാളം വെറൈറ്റീസ്. പലർക്കും അറിയാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സുപരിചിതയാണ് ആന്റി. അത്ര നല്ല ഒരു ഹാർഡ് വർക്കും കൂടിയാണ് ഈ പ്ലാന്റ്സിന്റെ ഇടയിൽ ആന്റി ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ റിസൾട്ടാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതിനും അപ്പുറമാണ് ഇന്നത്തെ ഈ ഒരു ഭംഗി.
ഒരിക്കലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചല്ല ഞങ്ങള് വന്നത്. പക്ഷെ ഇത്രയും ഒരു സന്തോഷം നിങ്ങൾക്ക് മുന്നിലേക്ക് തരാൻ പറ്റിയത് ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ വിചാരിക്കുന്നു ഞാൻ ഈ ഒരു സമയത്ത്. നിങ്ങളുടെ ബൊഗൈൻവില്ല പ്രേമികൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ആന്റിയോട് താങ്ക്സ് പറയുകയാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കി തന്നതില്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഓക്കെ, നെക്സ്റ്റ് ഒരു നല്ല സൂപ്പർ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.